ഹലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വൈകിയാട്ടോ എണീറ്റത്. എണീക്കാൻ തന്നെ ഭയങ്കര മടിയാട്ടോ. കാര്യം ഇങ്ങോട്ട് പോകാനൊന്നുമില്ല. സാറ്റർഡേ സൺഡേ ഞങ്ങൾ വൈകിയാട്ടോ എണീക്കാറ്. കാര്യം തേജുവിന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണല്ലോ. അന്നത്തെ ദിവസം ഞങ്ങൾ ലാവിഷായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും കേട്ടോ. 2 ദിവസമല്ലേ കിട്ടാറുള്ളൂ എനിക്കും അവനും. അവനുള്ള ദിവസം എനിക്ക് നല്ല പണിയുള്ള ദിവസം കേട്ടോ. അങ്ങനെ കിടക്കപ്പായിന്ന് കുത്തി എണീപ്പിച്ച് അടുക്കളയിലേക്ക് അങ്ങോട്ട് വിട്ടു കേട്ടോ. വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര വെയിൽ കേട്ടോ മുറ്റത്ത്. സമയം നോക്കുമ്പോൾ 11 മണി കേട്ടോ. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് അങ്ങോട്ട് കിടക്കാൻ വിചാരിച്ചു. തലേ ദിവസം തന്നെ അവൻ പറഞ്ഞു എനിക്ക് ഭൂരിയും മുട്ട റോസ്റ്റും മതിയെന്ന്. അങ്ങനെ പിന്നെ അവൻ്റെ ഇഷ്ടമല്ലേ അതങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭൂരിക്കുള്ള മാവെല്ലാം കുഴച്ചു, മുട്ട വേവിക്കാൻ വെച്ചു, എണ്ണ ചൂടായി, ഓരോ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോഴാണ് അവൻ അടുത്ത് വന്നിരുന്നത് കേട്ടോ. അമ്മ ഭൂരി ആയോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ഭൂരി വീതം കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. വിശന്നിട്ട് പോയ ടൈം 11:30 ആവാനായി. അങ്ങനെ അവൻ വീട്ടിലുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കാര്യം അവൻ 2 ദിവസമേ വീട്ടിലുണ്ടാവാറുള്ളൂ. അവൻ പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓരോ പൂരി ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു കറി ആയിട്ടില്ല, കറി ആകുമ്പോൾ വിളിക്കാമെന്ന്. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. മുട്ട റോസ്റ്റൊക്കെ ആയി. നേരെ ഡൈനിങ് ടേബിളിലെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു കേട്ടോ. ഭക്ഷണമായി അങ്ങനെ ഓടിച്ചാടി വന്നു കേട്ടോ. അവനാണെങ്കിൽ എണ്ണക്കടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഭൂരി. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. കാര്യം എണ്ണക്കടിയല്ലേ. എണ്ണക്കടി ഞാൻ വീട്ടിലുള്ളപ്പോൾ ഒരു നേരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് വീടെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി അടിച്ചെല്ലാം വാരി നല്ല നീറ്റാക്കി വെച്ചു കേട്ടോ. കാര്യമൊന്നുമില്ല, തേജു ഉണ്ടെങ്കിൽ എല്ലാം വൃത്തികേടാക്കും കേട്ടോ. കാര്യം അവൻ വീട് വൃത്തിയാക്കി വെക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെതറി ഇടും കേട്ടോ. കാര്യം അവനുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പണിയുള്ള ദിവസം കേട്ടോ വീട്ടിൽ. ആ 2 ദിവസം എനിക്ക് നിൽക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അടിച്ച് വാരി ഞാൻ മടുത്ത് പോകും കേട്ടോ. അങ്ങനെ വീടെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടോ കുറച്ച് നേരത്തേക്ക് കേട്ടോ. അങ്ങനെ പോയി ടി വി കാണാൻ ഇരുന്നപ്പം അവൻ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. അമ്മ പുറത്ത് പോകാൻ നമുക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ച് പുറത്ത് കൊണ്ടുപോയിരുത്തി കേട്ടോ. അങ്ങനെ അവൻ്റെ കളിയൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അലക്കിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ഉച്ചത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപയർ കഞ്ഞി ഉണ്ടാക്കി കേട്ടോ. വലിയ സ്പെഷ്യലൊന്നുമില്ല. അങ്ങനെ കുക്കറിലേക്ക് അരിയെല്ലാം ഇട്ട് സെറ്റായി തുറന്ന് വെക്കുമ്പോൾ നല്ല കഞ്ഞി അങ്ങോട്ടായി കേട്ടോ. കഞ്ഞീൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ. അങ്ങനെ നല്ല ചൂട് കഞ്ഞിയും നല്ല നെല്ലിക്കച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് മേളിലിട്ടിട്ട് നല്ല ചൂടോടെ അങ്ങോട്ട് കഞ്ഞി അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അപ്പം തന്നെ സമാധാനമായി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി കാണാം.